കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സ്കൂൾ പിള്ളേർ തുടങ്ങി പ്രൊഫഷണലായിട്ട് IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളുകൾ വരെ ഒരുവിധം എല്ലാവരും ഓൺ എ ഡെയിലി ബേസിസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ടൂളാണ് ChatGPT. അപ്പോൾ ഞാനൊക്കെ ChatGPT തുടങ്ങിയ സമയം തൊട്ട് യൂസ് ചെയ്തിരുന്ന ഒരാളാണ്. എങ്കിലും ChatGPTയിൽ കുറേ അധികം ഫീച്ചേഴ്സ് ഞാൻ പലപ്പോഴും അറിയുന്നത് ഓരോ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോഴോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണുമ്പോഴോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തു നിന്നൊക്കെയാണ്. കാരണം ChatGPT എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടൂളായിരുന്നു. നമ്മളൊരു ചോദ്യം ചോദിക്കും, അത് അതിന് ഉത്തരം തരും. പക്ഷെ ChatGPTയിൽ അതിന് പുറമെ ഒരു കുന്ന് ഫീച്ചറുകളുണ്ട്. നമ്മൾ ചിന്തിക്കാത്ത കുറേ ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സ് ChatGPTയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് എനിക്കറിയാവുന്ന ChatGPTയിലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സാണ്. ഇപ്പോൾ ChatGPT ഡെയിലി യൂസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇത്തരം ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ChatGPT വെറും ബേസിക് ആയിട്ടുള്ളൊരു സെർച്ച് എഞ്ചിനോ അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം തരുന്നൊരു ടൂൾ എന്നതിലുപരി അതിന് കുറേ അധികം മറ്റ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് അതെന്താണ് നമുക്ക് നോക്കാം. ഞാനപ്പോൾ ഇവിടെ ഓൾറെഡി ChatGPTയിൽ വേണ്ട പ്രോംപ്റ്റ്സ് ഒക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോരോ ഫീച്ചറുകൾ എന്താണെന്ന് വേഗം നോക്കി പോകാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ എന്താ പറയുക, ഗൂഗിൾ അസിസ്റ്റൻറ്റും ബാർഡും സിറിയും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും ഇവിടെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാത്ത ആളാണ്, എപ്പോഴും ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് അറിയുന്നുണ്ടാവില്ല. അതാണ്, ഇത് സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്, എന്നാലും ഞാൻ അതിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ChatGPTയിൽ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നാണ്. അപ്പോൾ അതിന് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൊടുത്തതിന് ശേഷം എനിക്കിനി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വീണ്ടും ഒരു കാര്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് എവിടെ നിന്നാണ് പഠിക്കേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒരു പുതിയ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ കണ്ടില്ലേ ഹൗ ടു ലേൺ അബൌട്ട് ഇറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ ഹൗ ടു ലേൺ അബൌട്ട് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കൊടുത്തിട്ടില്ല. അതായത് വീണ്ടും ഓരോ വട്ടം ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഇനിയും ചോദിക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെ വീണ്ടും എടുത്ത് പറയേണ്ട ആവശ്യമില്ല, അവർക്കറിയാം നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന്. അതേപോലെ തന്നെ ChatGPTക്കും അറിയാം നമ്മളിപ്പോൾ ഹൗ ടു ലേൺ അബൌട്ട് ഇറ്റ് എന്ന് പറയുമ്പോൾ ഈ ഇറ്റ് എന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്ന് ChatGPTക്ക് അറിയാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കണ്ടോ, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് എവിടെ നിന്നാണ് പഠിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഫീച്ചർ. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് നമുക്ക് ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ എഴുതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന രീതിയിലായിട്ട് മാറ്റാനായിട്ട് പറ്റും. ഇപ്പം ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തേക്കുന്നുണ്ടല്ലേ, റൈറ്റ് എ ബർത്ത്ഡേ വിഷ് ടു ജോൺ ആസ് എ കൊമേഡിയൻ വുഡ് റൈറ്റ് ഇറ്റ്. അതായത് ഒരു തമാശക്കാരൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു കൊമേഡിയൻ എങ്ങനെയാണ് ഒരു ബർത്ത്ഡേ വിഷ് എഴുതുക എന്നുള്ള രീതിയിൽ ഒരു ബർത്ത്ഡേ വിഷ് എഴുതാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ അവർ ഒരു ബർത്ത്ഡേ വിഷ് എഴുതിയിരിക്കുന്നത് ഒരു കോമഡി ഒക്കെ കലർത്തിയിട്ട്, അല്ലെങ്കിൽ ഒരു കൊമേഡിയൻ എങ്ങനെയാണ് ഒരു ബർത്ത്ഡേ വിഷ് കൊടുക്കുക ആ രീതിയിലാണ് ChatGPT ഇത് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്കൊരു ക്യാരക്ടർ കൊടുക്കാൻ പറ്റും ഓരോ റെസ്പോൺസുകൾക്കും. ഇതാണ് രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ ഫോർമാറ്റ് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഞാനിവിടെ കൊടുത്തിരിക്കുന്നുണ്ടല്ലോ, ഡിസ്റ്റിങ്വിഷ് സൺ ആൻഡ് മൂൺ ഇൻ എ ടാബുലർ ഫോം. ഈ ടാബുലർ ഫോം ആണ് നമ്മുടെ ഔട്ട്പുട്ടിന്റെ ഫോർമാറ്റ് നിശ്ചയിക്കുന്ന ഒരു ടേം അല്ലെങ്കിൽ ഒരു പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു ടാബുലർ ഫോമിൽ തരാനായിട്ട് പറഞ്ഞുകൊണ്ട് ChatGPT അതൊരു ടേബിൾ ഫോമിലാണ് നമുക്ക് തന്നെ. അതായത് നമ്മൾ ജസ്റ്റ് സിംപ്ലി ഡിസ്റ്റിങ്വിഷ് സൺ ആൻഡ് മൂൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോർമലി ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ പോയിന്റ് വൈസ് എഴുതിയിട്ടാണ് നമുക്ക് തരാം. ഇത് ഞാൻ ടേബിൾ ഫോമിൽ അല്ലെങ്കിൽ ടാബുലർ ഫോമിൽ വേണമെന്ന് എടുത്ത് പറയുമ്പോൾ ChatGPTക്ക് ഇത് ടാബുലർ ഫോമുകളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ ടാബുലർ ഫോം പോലെ തന്നെ പല വേരിയസ് ഫോർമാറ്റുകൾ ഉണ്ട് നമുക്ക് ആൻസറുകൾ കിട്ടാനായിട്ട്. ഇനി അടുത്തൊരു പ്രോംപ്റ്റ് അല്ലെങ്കിൽ അടുത്തൊരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഫീച്ചറായിട്ട് പറയാൻ പറ്റുന്നത് നമുക്ക് ChatGPTയിൽ നിന്ന് ടു ഡു ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് കേസ് സെനേറിയോ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലാരെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയാണ്. വാട്സാപ്പിലെ മെസ്സേജ് ഒരു വലിയൊരു മെസ്സേജ് ആയിട്ട് അയക്കുക, അതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങളെ പച്ചക്കറി മേടിക്കണമെന്നോ അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് എന്തെങ്കിലും ടിക്കറ്റ് എടുക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മേടിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ പാരഗ്രാഫിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോ വട്ടവും നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ അമ്മ നമ്മളെ പുറത്തേക്ക് സാധനങ്ങൾ മേടിക്കാൻ വിടില്ലേ, സാധനങ്ങൾ മേടിക്കാൻ വിടുമ്പോൾ ഇന്ന സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടും. അപ്പോൾ നമ്മൾ ഓരോ വട്ടവും വാട്സാപ്പിൽ ഈ മെസ്സേജ് നോക്കാൻ പോകുമ്പോൾ ഇത് മൊത്തം നമ്മൾ വായിച്ച് നോക്കേണ്ടി വരും. അതായത് അത് ഇച്ചിരി ഒരു എന്താ പറയുക, നമുക്ക് ചിലപ്പോൾ ചില സാധനങ്ങൾ തെറ്റിപ്പോകാനായിട്ടൊക്കെ സാധ്യതയുണ്ട്.
അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു മെസ്സേജ് നേരെ കോപ്പി ചെയ്ത് ChatGPT പേസ്റ്റ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് കണ്ടില്ലേ, ക്രിയേറ്റ് എ ടു ഡു ലിസ്റ്റ് ഫ്രം ദിസ് എന്ന്. ഈ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ChatGPT ആ ടെക്സ്റ്റ് മൊത്തം വായിച്ചിട്ട് അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് മനസ്സിലാക്കി അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്, സെൻഡ് എ ബർത്ത്ഡേ കാർഡ് ടു ജോൺ, ദെൻ ബൈ ഹിം ഗിഫ്റ്റ്, ഗോ ടു ഷോപ്പിംഗ് ആൻഡ് മേക്ക് എ ബർത്ത്ഡേ കേക്ക് ബിഫോർ 5 PM എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഒറ്റ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്രിയേറ്റ് എ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ChatGPT അതിനൊക്കെ ഒരു ടു ഡു ലിസ്റ്റ് ആയിട്ട് ഇങ്ങനെ 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റായിട്ട് ഇതിനെ ഓർഡർ ആക്കി സോർട്ട് ഔട്ട് ചെയ്ത് സമ്മറൈസ് ചെയ്ത് നമ്മുടെ മുമ്പിൽ എത്തിച്ചു തന്നിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റിന്റെ സമ്മറൈസ് അല്ലെങ്കിൽ ഒരു വലിയൊരു പാരഗ്രാഫിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഈ കാണുന്നത് ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത സ്ഥലം. ഇത് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ഫിസിക്സ് ഫീൽഡിനെ കുറിച്ച് റിസർച്ച് നടത്തിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ ഞാൻ അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ എടുത്തിട്ട് ഞാൻ ഇവിടെ നോക്കിയിട്ട് വായിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് മനസ്സിലാവില്ല. കാരണം ഇതിൽ ഇംഗ്ലീഷൊക്കെ കുറച്ച് എന്താ പറയുക, ചിലർക്ക് കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് എന്നൊക്കെ പറയില്ല, ചിലർക്ക് വായിക്കുമ്പോൾ ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ ഇത് കുറേ ഉണ്ടല്ലോ, ഇത് വായിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറേ സമയം എടുക്കും, പിന്നെ കുറച്ച് കോംപ്ലക്സും ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ കോംപ്ലക്സ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നേരെ അത് കോപ്പി ചെയ്ത് ChatGPT പേസ്റ്റ് ചെയ്തിട്ട് അവസാനം അതിനോട് സമ്മറൈസ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ, ഞാൻ അതിനോട് ഒന്ന് സമ്മറൈസ് ചെയ്ത് ചെറുതാക്കി ഒരു ചുരുക്കമാക്കിയിട്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ChatGPT ഞാൻ ഈ കൊടുത്ത ഇത്രയും വലിയ ഒരു കുറേ സെന്റൻസുകളുള്ള ഈ ഒരു ടെക്സ്റ്റ് ഒരു അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിനെ സിമ്പിളായിട്ട് വളരെ ചുരുക്കം രീതിയിൽ നമുക്ക് വേഗത്തിൽ മനസ്സിലാകുന്ന രീതിയിലേക്ക് മാറ്റി തന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു എന്താ പറയുക, ഒരു ഫോർമൽ മാനറിൽ അല്ലെങ്കിൽ നമുക്കൊരു ടോൺ കൊടുത്തിട്ട് നമുക്കൊരു ലെറ്റർ ഉണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടോ ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ക്രിയേറ്റ് എ ബർത്ത്ഡേ വിഷ് ലെറ്റർ ഫോർ ജോൺ ഇൻ എ ഫോർമൽ എന്നാണ് ഞങ്ങളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ഫോർമൽ മാനർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഇൻ എ ഫോർമൽ മാനർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ എനിക്കൊരു വാം ബർത്ത്ഡേ വിഷസ് ഫോർ ജോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ബർത്ത്ഡേ വിഷ് ലെറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഫോർമൽ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ഇത് ഫോർമൽ എന്ന് എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇത് ഫോർമലായിട്ട് ഒരു ബർത്ത്ഡേ വിഷ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഫോർമലിന് പകരം എനിക്കിത് ഈ ഒരു ലെറ്റർ, ഒരു ബർത്ത്ഡേ വിഷ് കൺവേ ചെയ്യുന്ന ഒരു ലെറ്റർ എനിക്ക് ഭയങ്കര ദേഷ്യത്തിൽ വേണം സെൻഡ് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഞാനിവിടെ അടുത്ത പ്രോംപ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്, മേക്ക് ദിസ് ലെറ്റർ അപ്പിയർ ആംഗ്രി. അതായത് ഒരാൾക്ക് ദേഷ്യത്തോടു കൂടി ബർത്ത്ഡേ വിഷ് സെൻഡ് ചെയ്യാം. അങ്ങനെ ഒന്നും ആരും ചെയ്യില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എന്താ പറയാ മനസ്സിലാകാനായിട്ടുള്ള രീതിയിൽ കാണിച്ചു തന്നേക്കുന്നത്. മേക്ക് ദിസ് ലെറ്റർ അപ്പിയർ ആംഗ്രി എന്ന് പറഞ്ഞപ്പോൾ അതേ ബർത്ത്ഡേ വിഷ് തന്നെ അവർ കുറച്ച് ദേഷ്യത്തിൽ ഒരാൾ ടൈപ്പ് ചെയ്യുന്ന വരി കണ്ടില്ലേ, ഇവിടെ ഓൾസോ ഐ മസ്റ്റ് അഡ്മിറ്റ് ഐ എം ഹാവിംഗ് ഹാർഡ് ടൈം സമ്മണിങ് എനി വെൽ വിഷസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദേഷ്യത്തിൽ ഒരാൾ എങ്ങനെയാണ് ബർത്ത്ഡേ വിഷ് ചെയ്യുക അങ്ങനത്തെ രീതിയിലേക്ക് മാറ്റി തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ChatGPT ഡിഫറെൻറ്റ് ടോണുകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫോർമൽ ആക്കാം, ഇൻഫോർമൽ ആക്കാം, ഹാപ്പി ആക്കാം, സാഡ് ആക്കാം, അവർ പല ക്യാരക്ടേഴ്സ് കൊടുക്കുന്ന മാതിരി ആക്കാം. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതും ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലത്തെ ഒരു സംഭവം തന്നെയാണ്. ഇതൊരു ഫീച്ചർ, ഇത് ChatGPT ഒരു പ്രോംപ്റ്റിന്റെ ഫീച്ചർ ഒന്നുമല്ല. ചിലർക്ക് അറിയുന്നില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നു എന്നുള്ളൂ. ChatGPT ഡാർക്ക് മോഡും സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ഇപ്പോൾ ഈ ഡാർക്ക് മോഡ് മാറ്റി നമുക്ക് ലൈറ്റ് ആക്കി കഴിഞ്ഞാൽ ലൈറ്റ് മോഡായിട്ട് ChatGPT വരും. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാലേ കാണുള്ളൂ, ഡയറക്റ്റ്ലി ഇവിടെ കാണിക്കുന്നില്ല. ഇവിടെ സെറ്റിംഗ്സിൽ ഓപ്ഷൻ അവൈലബിൾ ആണ് എന്നാണ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നത്. ഇതിനെ നിങ്ങൾക്കൊരു ഫീച്ചറായിട്ടൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ ജസ്റ്റ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പണ്ട് ഇത് ചെയ്തിരുന്നില്ല, കാരണം ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചാറ്റുകളും റീനെയിം ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു ചാറ്റ് കണ്ടില്ലേ, ഇതൊരു വലിയൊരു ചാറ്റിൻ്റെ ത്രെഡാണ്. അപ്പോൾ ഈ ത്രെഡിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ എന്താ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് ചോദിച്ചു, പിന്നെ ഇത് ലെറ്റർ എഴുതാനായിട്ട് പറഞ്ഞു, ബർത്ത്ഡേ വിഷിൻ്റെ ലെറ്റർ എഴുതാൻ പറഞ്ഞു, പിന്നെ ടു ഡു ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഈ ചാറ്റിൽ കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഈ ചാറ്റ് എന്തിനെക്കുറിച്ചുള്ള ചാറ്റാണിത്, ഇപ്പം ഞാൻ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ആയതുകൊണ്ട് ഈ ചാറ്റിൻ്റെ പേരായിട്ട് ChatGPT കൊടുത്തേക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ എനിക്ക് ഈ ചാറ്റിൻ്റെ പേര് വേറെ എന്തെങ്കിലും ആക്കണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഈ ഒരു പെന്നിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചാറ്റിൻ്റെ അല്ലെങ്കിൽ ചാറ്റിൻ്റെ ഫുൾ ത്രെഡിൻ്റെ പേര് എനിക്ക് മാറ്റി എനിക്ക് ഇഷ്ടമുള്ളൊരു പേരിടാം. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ പിന്നീട് ഞാൻ ChatGPT ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് വേഗം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ത്രെഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ എനിക്ക് ഇതിൻ്റെ പേര് ChatGPT പ്രോംപ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തതെന്നുണ്ടെങ്കിൽ
അങ്ങനെയായിട്ട് എനിക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്കറിയാം ഇതിൽ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ChatGPTയുടെ പ്രോംപ്റ്റുകൾ കാണിക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ചാറ്റിൻ്റെ ത്രെഡാണെന്ന് എനിക്ക് വേഗം മനസ്സിലാവും. അതേസമയം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പേര് അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഞാൻ ഇത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് അടുത്തൊരു സംഭവം. പിന്നെ അടുത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത് കോഡിങ്ങിന് നമുക്ക് ലഭിക്കുന്ന അസിസ്റ്റൻസ് ആണ്. നിങ്ങൾക്ക് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും ChatGPTയിൽ നമുക്ക് കോഡിങ് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞാൽ ChatGPT ഒരു എക്സലന്റ് അസിസ്റ്റൻസ് ആണ് നമുക്കൊരു കോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം ഞാനിവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്തു, കാൽക്കുലേറ്റർ കോഡ് ഫോർ HTML എന്ന്. അതായത് HTML നമുക്കൊരു കാൽക്കുലേറ്റർ, HTML എന്ന് പറഞ്ഞ ഒരു ടൂളാണ്, ഒരു കോഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിൽ കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കോഡ് എനിക്ക് ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചാൽ ChatGPT കറക്റ്റ് ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് വേണ്ട കാൽക്കുലേറ്ററിന്റെ കോഡ് അവർ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എല്ലാ HTML ലാംഗ്വേജും പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ട് ഒരു കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മുകളിൽ ഇവിടെ കോപ്പി കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് കോപ്പി ചെയ്തിട്ട് നമുക്ക് HTML പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇനി അവസാനത്തെ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ChatGPT വെച്ചിട്ട് നമുക്ക് നമ്മുടെ യൂട്യൂബ് സ്ക്രിപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒറ്റയടിക്ക് ChatGPT വെച്ചിട്ട് യൂട്യൂബ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അതുകൊണ്ട് യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കിയാൽ അത് നന്നാവും എന്നൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. കാരണം യൂട്യൂബിൽ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു പ്രോസസ്സിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാനായിട്ട്, കുറച്ച് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ ഗൂഗിൾ നോക്കിയിട്ട് സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ, ഗൂഗിളിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ പലപ്പോഴും യൂട്യൂബ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാറ്. അപ്പോൾ ഈ ഗൂഗിളിനെയൊക്കെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിട്ട് ChatGPT വരും. അതുമാതിരി മറ്റേ AI ടൂൾസ് ഉണ്ട്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യും. എങ്ങനെയാണ് യൂട്യൂബ് സ്ക്രിപ്റ്റുകൾ ഈ AI ടൂൾ ChatGPT എന്ന് മാത്രമല്ല മറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാന്ന്. അപ്പം ഇവിടെ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനൊരു പ്രോംപ്റ്റ് കൊടുത്തു, മേക്ക് എ യൂട്യൂബ് വീഡിയോ സ്ക്രിപ്റ്റ് ഫോർ ദ ടോപ്പിക് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഇൻ റീറ്റെയിൽ ബാങ്കിങ്. ഇതാണ് ടോപ്പിക്. ഈ ടോപ്പിക്കിൽ ഒരു യൂട്യൂബ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഇൻട്രോ വേണം, കൺക്ലൂഷൻ വേണം, ആൻഡ് എ ഹുക്കിംഗ് കണ്ടന്റ് അറ്റ് ദ സ്റ്റാർട്ട് ടു ഹുക്ക് ദ ഓഡിയൻസ് ടു ദ വീഡിയോ. അതായത് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാനായിട്ടൊരു ക്ലിക്ക് ബൈറ്റ് എന്നല്ല, ഒരു ഹുക്കിംഗ് കണ്ടന്റ്, അതായത് ആളുകൾ ശ്രദ്ധ വേഗം പിടിച്ചു പറ്റുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് വെച്ച് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി തരാനായിട്ട് പറഞ്ഞാൽ ChatGPT സിമ്പിളായിട്ട് ഒരു സംഭവം കാണിച്ചിരുന്നു. കണ്ടില്ലേ, ടൈറ്റിൽ അൺവെയിലിംഗ് ദ വേൾഡ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഇൻ റീറ്റെയിൽ ബാങ്കിങ്, ഒരു ടൈറ്റിൽ പ്രോപ്പറായിട്ട് കൊടുത്തു. ഇവർ ഇൻട്രോ തന്നു. ഇൻട്രോയിൽ എന്താ നമ്മൾ ചിന്തിക്കേണ്ട, അവർ തന്നെ ഓൾറെഡി ഒരു ക്രിയേറ്റീവ് ഐഡിയ തന്നു. കണ്ടില്ലേ, ഓപ്പണിംഗ് ഷോട്ട് ഓഫ് ബസ്ലിംഗ് ബാങ്ക്, അപ്ബീറ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതായത് ഒരു തിരക്കേറിയ ഒരു ബാങ്കിന്റെ ഒരു ചെറിയൊരു വീഡിയോ, അതേമാതിരി കുറച്ച് അപ്ബീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുക. എന്നിട്ട് ഹോസ്റ്റ് സ്മൈലിംഗ് കണ്ട നമ്മുടെ എക്സ്പ്രഷൻ വരെ എങ്ങനെ വേണമെന്ന് അവർ ഈ സ്ക്രിപ്റ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റിന്റെ ഫോർമാറ്റിൽ തന്നെ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മളൊരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ അതിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ChatGPT ഒറ്റയടിക്ക് പ്രൊവൈഡ് ചെയ്യില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിം വർക്ക് ChatGPT ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ മേലെ ബിൽഡ് ഓൺ ചെയ്യാം. ഇത് ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ഒരു കേസാണ്. പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ ഞാൻ എങ്ങനെ ChatGPTയും AI ടൂൾസും യൂസ് ചെയ്ത് യൂട്യൂബിന്റെ സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.